ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഞാൻ ചെറ്റുളങ്ങര അടുത്തൊരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോ ആണ്. ആദ്യക്കുട്ടിനെ കൊണ്ടുവന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. പൊതുവേ ഞാൻ എൻ്റെ വ്ളോഗ്സിനകത്ത് എന്നെ കാണിക്കാറില്ല കേട്ടോ, ഞാനല്ലേ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതാ അമ്മ വീഡിയോ എടുത്തപ്പോൾ എൻ്റെ വീഡിയോയും കൂടെ എടുത്തതാണ്. ഇതാ ആദ്യക്കുട്ടിനെ ജസ്റ്റ് ഒരു റൗണ്ടൊക്കെ അടിച്ചിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് നിർത്തി. ആദ്യക്കുട്ടിന് അങ്ങനെ വിഷമമൊന്നും ഇല്ല കേട്ടോ, നമ്മളങ്ങനെ അവനിട്ടിട്ട് പോകുന്നതിന്. ഏത് വീട്ടിലാണോ അവിടെ നിൽക്കുന്നത്, നാട്ടിൽ നിൽക്കുന്നത്, അവിടുത്തെ അപ്പൂപ്പനും അമ്മൂമ്മയായിട്ട് അവൻ സെറ്റാണ്. നമ്മൾ പോകുന്നതിന് അവന് പ്രശ്നമൊന്നുമില്ല. പിന്നെ ആകെ എന്തെങ്കിലും വിഷമോ സങ്കടമോ ഒക്കെ ഉണ്ടെങ്കിൽ, അവന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അവന് ഓടി വരും എൻ്റെ അടുത്ത്. അല്ലാതൊന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ആ ഒരു സമാധാനമുണ്ട് എനിക്ക് നാട്ടിൽ നിൽക്കുമ്പം. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ അവൻ സേഫായിട്ട് അവിടെ നിന്നോളും. പിന്നെ അവൻ്റെ എന്ത് കുറുമ്പിനും അപ്പൂപ്പനും അമ്മൂമ്മയും കൂട്ടി നിൽക്കുകയും ചെയ്യും കേട്ടോ. അതാണ് മെയിൻ ഹൈലൈറ്റ്. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യക്കൊണ്ട് വേറൊരു രീതിയാണ്, നമ്മൾ പറയുന്നതും കേൾക്കത്തുമില്ല. അങ്ങനെ ഞാൻ പോകാൻ വേണ്ടി റെഡിയായി നിന്നപ്പോൾ ചെറിയൊരു മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ റെയിൻകോട്ടൊക്കെ എടുത്തിട്ട് ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങി കേട്ടോ. ഇറങ്ങി ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ വണ്ടി നിർത്തിയിട്ട് റെയിൻകോട്ടൊക്കെ ഊരി മാറ്റി. കാരണം നന്നായിട്ട് കാറ്റ് പിടിക്കുന്നുണ്ട് ആ റെയിൻകോട്ട്. അങ്ങനെ ഞാൻ നല്ല ഭംഗിയുള്ള സ്ഥലത്ത് കൂടെ ചുറ്റുളങ്ങര ഭാഗത്തോട്ട് പോവാം കേട്ടോ. നമ്മുടെ ഈ ഒരു പടിഞ്ഞാറൻ ദേശത്ത് ഒരുപാട് കുഞ്ഞു റോഡുകളുണ്ട്. അതിപ്പം കണ്ണൻചേട്ടൻ എപ്പോഴും പറയും, ആ കിഴക്കോട്ടൊന്നും അങ്ങനെ ചെറിയ ചെറിയ ഇടവഴികളൊക്കെ വളരെ കുറവാണ്. ഒരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി ഒരുപാട് വഴികളുണ്ട് നമ്മുടെ ഈ ഭാഗത്തൊക്കെ. അങ്ങനെ ഒരു വഴിയിൽ കൂടെ ഞാൻ ചെറ്റുളങ്ങരയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ കേട്ടോ. ഓരോ കാര്യങ്ങൾക്ക്, അതായത് ചെറ്റുളങ്ങര അമ്പലത്തിൽ പോകാൻ വേണ്ടി, എൻ്റെ ചിറ്റയുടെ വീട്ടിൽ പോകാൻ, ഞാൻ പാട്ട് പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നതൊക്കെ ഈ വഴികളിൽ കൂടെ ഒക്കെയാണ് കേട്ടോ. അതുകൊണ്ട് ഈ വഴികളൊക്കെ എനിക്ക് ഒരുപാട് ഓർമ്മകളാണ്. ഓരോ വട്ടവും ഓരോ വഴി കൂടെ ആയിരിക്കും പോകുന്നത്. അങ്ങോട്ട് പോകുന്ന ഒരു വഴി, തിരിച്ച് ഇങ്ങോട്ട് വരുന്ന ഒരു വഴി. അപ്പോൾ ഈ ഏത് വഴി കൂടെ പോയാലും ഇവിടെ നമ്മുടെ ലെവൽ ക്രോസ് ഉണ്ട്. അപ്പോൾ 1, 2, 3 ട്രെയിനൊക്കെ പോവും. നല്ല സമയം അവിടെ ചിലവഴിച്ചാണ് നമ്മൾ പോകുന്നതും കേട്ടോ. അപ്പോൾ അതുപോലെ ക്രോസിംഗ് ഉണ്ടായിരുന്നു. ഒരു ട്രെയിൻ അങ്ങോട്ടും ഒരു ട്രെയിൻ ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. കായംകുളം മാവേലിക്കര ആട്ടോ സ്റ്റേഷൻ അപ്പുറവും ഇപ്പുറവും വരുന്നത്. അങ്ങനെ ട്രെയിനൊക്കെ കണ്ട് ആസ്വദിച്ചൊക്കെ നിൽക്കുകയാണ്. അത്യാവശ്യം നല്ല വണ്ടികളും അപ്പം 2 സൈഡിലായി. 2 ട്രെയിൻ പോകുന്ന സമയമുണ്ടല്ലോ. അങ്ങനെ ട്രെയിനിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ട്രെയിൻ ടാറ്റയൊക്കെ പറഞ്ഞ് പതുക്കെ നമ്മൾ വണ്ടി എടുത്തു. അങ്ങനെ ആയുർവേദ ഹോസ്പിറ്റലിലെത്തി. ഡോക്ടറിനെയൊക്കെ കണ്ടു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൈനസൈറ്റിസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. മെഡിസിനൊക്കെ തന്നു കേട്ടോ. ഉച്ചയായി. ഹോസ്പിറ്റലിൽ ക്ലോസിംഗ് ടൈം ആയിരുന്നു. ഇതാണ് ഹോസ്പിറ്റൽ, PB's ആയുർവേദ ഹോസ്പിറ്റൽ. ഡോക്ടറിൻ്റെ പേര് ദിലീപ് ഡോക്ടർ. നല്ല കൈപുണ്യമുള്ള നല്ല ഡോക്ടറാട്ടോ. ഇത് ആദ്യക്കുട്ടിന് വേണ്ടിയുള്ള കിറ്റ്സ് വാങ്ങിച്ചതാണ്, പാലിക്കലക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മരുന്നുകളൊക്കെ വാങ്ങിച്ച് ഞാൻ ഇറങ്ങി. ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഓപ്പോസിറ്റ് ആട്ടോ എൻ്റെ അനിയത്തിമാർ ഡാൻസ് പഠിച്ച കരയോഗ മന്ദിരം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ പതുക്കെ വണ്ടി എടുത്ത് ഇറങ്ങി. ചെറ്റുളങ്ങര അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ പോയി ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്തു, ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് പതുക്കെ വീട്ടിലേക്ക് വണ്ടി തിരിച്ചു കേട്ടോ. എന്താണെന്നറിയത്തില്ല, എനിക്ക് ഇവിടുത്തെ ഒറ്റ വഴികളും തെറ്റാറില്ല. പക്ഷേ എനിക്ക് ഇന്ന് വഴി തെറ്റി. ഞാൻ നേരെ വന്ന് നിന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാട്ടോ. പിന്നെ അവിടെ നിന്ന് ദേവിയോടൊക്കെ ഒരു കഥയൊക്കെ പറഞ്ഞ് ജസ്റ്റ് ക്ലിപ്പൊക്കെ എടുത്ത് ഞാൻ വന്ന് നല്ല വൃത്തിക്ക് തൊഴാവേ എന്നൊക്കെ പറഞ്ഞ് വാക്കൊക്കെ കൊടുത്തിട്ട് ഞാൻ പതുക്കെ വണ്ടി എടുത്തു കേട്ടോ. എന്തോ കാരണം ബാക്കിൽ നിന്ന് തൊഴുത്തപ്പോൾ എനിക്ക് എന്തോ ഒരു സുഖം തോന്നിയില്ല. ഞാൻ പിന്നെ പോട്ടെ എന്ന് വേണ്ടി ഞാൻ വണ്ടി എടുത്തു തന്നു. പക്ഷേ കൃത്യം പോലെ തന്നെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി കേട്ടോ ദേവി. എനിക്ക് നല്ല വിശ്വാസമാണ് ചിറ്റുളങ്ങര അമ്മ. അങ്ങനെ അവിടെ ജസ്റ്റ് നിന്ന് തൊഴുതിട്ടൊക്കെ സന്തോഷമായിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴാണ് ഇവിടെ അംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അംഗം കാണാം. അമ്മൂമ്മയും കൊച്ചുമോനും കൂടെ ഉള്ള അംഗമാണ് ഈ നടക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്കൂറാണ് ആദ്യക്കുട്ടിന് ഫുഡ് കൊടുക്കുന്നത് കേട്ടോ അമ്മൂമ്മ. ഇവർ ഇത്രയും നാളും ഇവിടെ കഞ്ഞിയായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ വട്ടം നാട്ടിൽ വന്നപ്പോൾ വന്ന മാറ്റമാണ് ചോറ് കഴിക്കുന്നത്. പൊതുവേ എല്ലാ കുട്ടനും അവൻ കൂട്ടാറില്ല. പരിപ്പ്, പപ്പടം, പിന്നെ വറുത്ത മീൻ, അയില വറുത്തത്, ഇതൊക്കെയാണ് ഇപ്പം അമ്മൂമ്മ ശീലിപ്പിച്ച ശീലങ്ങൾ. ഇത് പുതിയൊരു ഐറ്റമാണ്. അസ്ത്രം എന്ന് പറയും. നമ്മുടെ ഓണാട്ടുകരക്കാരുടെ ഒരു കറിയാണ് അസ്ത്രം. ചേന അസ്ത്രമാട്ടോ ഇത് കഴിക്കുന്നത്. ആദ്യക്കുട്ടൻ ഫസ്റ്റ് ടൈമാണ് അസ്ത്രം കഴിക്കുന്നത്. എന്താണെന്നറിയത്തില്ല, അമ്മൂമ്മ കൊടുത്ത് ഞാൻ കഴിക്കും. പക്ഷേ 1 മണിക്കൂറിൻ്റെ മെനക്കേടാണ്. പക്ഷേ അമ്മൂമ്മ പറയുന്ന കഥകളും കാര്യങ്ങളൊക്കെ കേട്ട് പുള്ളി കഴിക്കാറുണ്ട് കേട്ടോ. എനിക്കറിയത്തില്ല എന്താണ് ട്രിക്കെന്ന്. എൻ്റെ അടുത്ത് നടക്കത്തില്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല. അങ്ങനത്തെ എനിക്കൊരു തെളിവിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ച ക്ലിപ്പാട്ടോ. പൊതുവേ ഞാൻ ആദ്യക്കൂട്ടം ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും എടുത്ത് വെക്കാറില്ല. പക്ഷേ എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ച വീഡിയോ കേട്ടോ ഇത്. അങ്ങനെ ആദ്യക്കൂട്ടം സമാധാനത്തെ ഫുഡൊക്കെ കഴിക്കട്ടെ, ഞാനും പോയി പതുക്കെ ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ. സമയം 2 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.